ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് അടിസ്ഥാന പാഠാവലിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ, ഏതൊക്കെയാണ് പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്കൂളൊക്കെ പൂട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് മുഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആളുകൾ ഇപ്പൊ DJ പാർട്ടി വെച്ചിട്ടും അല്ലെങ്കിൽ ഡാൻസ് പ്രോഗ്രാം ഒക്കെ വെച്ചിട്ട് നമ്മൾ പല രീതിയിൽ ടൂറൊക്കെ പോയിട്ടൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പലതരത്തിൽ ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കും അല്ലെ. ഇതേപോലെ പണ്ടുള്ള ആളുകൾ, കർഷകരും എന്ത് ചെയ്തിരുന്നു, പല രീതിയിൽ അവര് ആഹ്ലാദം അവര് പല കലാരൂപങ്ങളിലൂടെ, പല ഒത്തുചേരലിലൂടെ, കൂട്ടായ്മകളിലൂടെ ഒക്കെ എന്ത് ചെയ്തിരുന്നു, അവരും ഇതേപോലെ ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ പഴയ കാലത്ത് വിളവെടുപ്പ് കാലമാണ് കൃഷിയൊക്കെ ഉണ്ടാക്കി അത് വിളവെടുക്കുന്ന സമയത്ത് അതൊക്കെ ഉണ്ടായി ആ കാർഷിക ഉൽപ്പന്നം വിളവെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, കർഷകരുടെ ആഹ്ലാദത്തിന്റെ കാലം എന്ന് പറയുന്നത്. അപ്പോൾ ആ ആഹ്ലാദം പ്രകടിപ്പിക്കാൻ കർഷകരൊക്കെ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? പണ്ടത്തെ കാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? അതിനുവേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ അത്തരത്തിൽ അവരങ്ങനെ ചെയ്തിരുന്ന ആഘോഷപരമായിട്ടുള്ള, അനുഷ്ഠാനപരമായിട്ടുള്ള ആഹ്ലാദത്തിന്റെ ഒരു കളിയാണെന്തെന്ന് പറയുന്നത് കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത്. ഈ കുമ്മാട്ടിക്കളിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗമുള്ളത്. ഓക്കെ, അപ്പൊ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് എന്തറിഞ്ഞിരിക്കണം, എന്താണ് കുമ്മാട്ടി, എന്താണ് കുമ്മാട്ടിക്കളി എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ കേരളത്തിൽ ഇതുപോലെ കുമ്മാട്ടിക്കളി പോലെ ഒരുപാട് കലാരൂപങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്നും. ഈ പുതിയ കാലത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, നിങ്ങളൊക്കെ നാട്ടുംപുറങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഇന്നും നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇന്നും അത്തരത്തിലുള്ള ആഹ്ലാദ അവസരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പല കലാരൂപങ്ങളിലൂടെയും നമ്മൾ ആഹ്ലാദിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആഹ്ലാദിക്കാൻ വേണ്ടിയൊക്കെ ഇത്തരം കലാരൂപങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം കലാരൂപങ്ങളൊന്നും നമുക്ക് നോക്കാം. കാളവേല, അതേപോലെ വെള്ളരി നാടകം, നാട്ടിപ്പാട്ട്, ഉത്സവങ്ങള്, കമ്പളം, ഇങ്ങനെ ഒരുപാട് കലാരൂപങ്ങൾ, ആഘോഷങ്ങൾ ഒക്കെ എവിടെയുണ്ട്, കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് ഓരോന്നോരോന്നായി ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്തി തരാം. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഈ പാഠവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചോദിക്കും അല്ലെ, ഇത്തരത്തിലുള്ള മറ്റു കലാരൂപങ്ങൾ ഏതൊക്കെയാണ്, നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം അല്ലെ, കണ്ടെത്തി എഴുതാനൊക്കെ പറയും. ഓക്കെ, നമുക്കറിയാം ഓൾറെഡി നമ്മളുടെ ടെക്സ്റ്റ് മാറി, കാര്യങ്ങളൊന്നും നമുക്ക് എവിടെയും കിട്ടൂല അല്ലെ. അപ്പോൾ ഇത്തരം എക്സ്ട്രാ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ് അല്ലെ. അപ്പൊ കാളവേല എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ പണ്ട് കാലത്ത് കൃഷിക്ക് വേണ്ടി ഒരുപാട് മെഷീനും സാധ്യതകളൊക്കെ നമുക്കുണ്ട് അല്ലെ. അപ്പൊ പണ്ട് കാലത്ത് കർഷകരെ കൃഷിയിൽ ഏറ്റവും കൂടുതൽ കാള, അതേപോലെ ഉള്ള മൃഗങ്ങൾ എന്ത് ചെയ്തിരുന്നു, വളരെയധികം സഹായിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇത്തരം മൃഗങ്ങളുടെ ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ഒക്കെ എന്ത് ചെയ്തിരുന്നു, കർഷകർ അത്രയും പ്രാധാന്യം നൽകിയിരുന്നു. അപ്പോൾ കാളവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഷിക അല്ലെങ്കിൽ കന്നുപൂട്ടലിനും കൃഷിയുടെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കന്നുകാലികൾക്ക് അവയ്ക്ക് ഐശ്വര്യം വരാനും രോഗം വരാതിരിക്കാനും ഒക്കെ വേണ്ടി നടത്തുന്ന ഒരു വഴിപാടിനെയാണ് എന്ത് പറയുന്നതടാ, കാളവേല എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കേരളത്തിലെ ഗതകാല കാർഷിക സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഉത്സവമാണ് എന്ത്, കാളവേല. അതിന്നും എന്ത് ചെയ്യുന്നുണ്ട്, നടന്നു വരുന്നുണ്ട്. നമുക്ക് തെക്കൻ കേരളത്തിലേക്കൊക്കെ ഉള്ള ഭാഗങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ. ഇതുപോലെ പുതിയ കാലത്ത് ഇങ്ങനെ ലൈറ്റ് ഒക്കെ വെച്ച് മറ്റേ DJ മോഡിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കാളവേലയൊക്കെ വരുന്നത്. നല്ല രസമാണ് കാണാൻ വേണ്ടി. ഇങ്ങനെ കണ്ണടക്കി തുറക്കുകയും ഒക്കെ ചെയ്യുന്ന കാളകളെയൊക്കെ നമുക്ക് കാണാം കാളവേലയിൽ. ഓക്കെ, അപ്പൊ പണ്ട് കാലത്ത് എന്ത് ചെയ്തിരുന്നു, അത് പുല്ലും വൈക്കോലൊക്കെ കൊണ്ടായിരുന്നു അല്ലെ, വൈക്കോലൊക്കെ കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇന്ന് അത് കുറച്ചുകൂടെ ഭംഗിയിൽ ഇന്നത്തെ സാധ്യമായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്യുന്നു, അതിന് ഭംഗിയിലാണെന്നത് കണ്ടുവരുന്നത് കേട്ടോ. വേലയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുക്കിയിരിക്കുന്ന കാളയുടെ രൂപങ്ങൾ ആദ്യകാലങ്ങളിൽ കർഷകർ എന്ത് ചെയ്യാണ്, തങ്ങളുടെ വിളകളെയും കാലികളെയും സംരക്ഷിച്ചിരുന്ന കാവിലെ ദേവിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് അല്ലെ. ദേവിക്ക് ഐശ്വര്യം കിട്ടാനും ഈ കാളകൾക്ക് രോഗമൊന്നും വരാതിരിക്കാനും. കാരണം രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കർഷകരെ അടിമുടി ബാധിക്കും അല്ലെ. ഇപ്പൊ കാളകളൊക്കെ എന്തിന്റെ ഭാഗമാണ്, അന്നത്തെ കാർഷിക സംസ്കൃതിയുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെ എന്ത് ചെയ്തിരുന്നു, ഇത്തരം മൃഗങ്ങളുമായിട്ട് ഇണങ്ങിച്ചേർന്നാണ് മനുഷ്യർ അന്ന് ജീവിച്ചിരുന്നത് കേട്ടോ, കർഷകർ. അപ്പൊ അത്തരത്തില് ഈ ആചാരം എന്ത് ചെയ്യാണ്, കാലാന്തരത്തിൽ കാലത്തിന് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, അതിൽ മാറ്റമൊക്കെ വന്ന് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള രൂപത്തിലേക്ക് DJ മോഡിലേക്കൊക്കെ എന്ത് ചെയ്തു, ഈ കാളവേല മാറി. ഓക്കെ, ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ട് ഈ ഭംഗിയിലൊക്കെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക് മാറി. നിങ്ങൾ കണ്ടിട്ടില്ലേ കാളവേല കാണുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണേ നമ്മുടെ വീഡിയോയുടെ താഴെ. അപ്പോൾ കോടി മുണ്ട് പൊതിയുന്ന ഈ രൂപത്തെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ തോളിലേറ്റി ആളുകൾ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ ചെണ്ടക്കാരുടെ ഒക്കെ അകമ്പടിയോടുകൂടെ ക്ഷേത്രത്തിൽ നടക്കി വെക്കും കേട്ടോ. അതിനെയാണ് വഴിപാട്. അത് ആ നടക്കി വെക്കലാണ് നമ്മുടെ ഈ കാളവേല എന്ന് പറയുന്ന വഴിപാടായിട്ട് അന്ന് ആഘോഷപൂർവ്വം ആളുകൾ ചെയ്തിരുന്നത്, ഇന്നും ചെയ്തു വരുന്നുണ്ട്. ഇനി മറ്റൊന്നാണെന്ത്,
വെള്ളരി നാടകം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, നാടകം എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ഇപ്പൊ വെള്ളരി നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അപ്പോ കൃഷിയുമായി ബന്ധപ്പെട്ട് നാട്ടുഭാഷയിൽ അവതരിപ്പിച്ചിരുന്ന ഒരു നാടകമാണ് വെള്ളരി നാടകം. ഇപ്പോ മലപ്പുറത്താണ് അവതരിപ്പിക്കുന്നെങ്കിൽ മലപ്പുറത്തിന്റെ ഏതോ ഗ്രാമത്തിലാണോ അവിടെയുള്ള ആളുകൾ സംസാരിക്കുന്ന സംസാര ഭാഷയിലാണ് വെള്ളരി നാടകം അവതരിപ്പിക്കുക കേട്ടോ. അല്ലാതെ എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ നായകനോ നായികയോ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള നാടകങ്ങളൊന്നും അല്ല. തിരക്കഥയൊക്കെ എഴുതി അങ്ങനെയുള്ള നാടകമൊന്നും ആണ് മക്കൾ വിചാരിക്കരുത്. അപ്പൊ ഇത് ഏതെങ്കിലുമൊക്കെ കൃഷി കഴിഞ്ഞിട്ട് അതിന്റെ ഇടവേളകൾ ഉണ്ടാവും അല്ലെ, ഇടവിളകളായിട്ട് എന്ത് ചെയ്യും, വെള്ളരികൾ നടും. അപ്പൊ വെള്ളരി നടുന്ന സമയത്ത് രാത്രിയൊക്കെ ഇത് കുറുക്കനും പട്ടിയൊന്നും അല്ലെ അത് കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് കാവലിരിക്കും ആളുകൾ, കർഷകർ കാവലിരിക്കും. അപ്പൊ ആ സമയത്ത് അവരെന്ത് ചെയ്യും, ഇങ്ങനെ ഒരു നാടകമൊക്കെ തട്ടിക്കൂട്ടും അല്ലെ. അവരിങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്യും. എന്തായാലും രാവിലെ വരെ എന്ത് ചെയ്യണം, അവർ ഉറക്കൊഴിഞ്ഞിരിക്കണം, വെള്ളരിക്ക് കാവലിരിക്കണം. അപ്പൊ ഇപ്പുറത്ത് ചാത്തുവേട്ടൻ ഉണ്ടെങ്കിൽ അപ്പുറത്ത് കേളുവേട്ടൻ ഉണ്ടാവും, അപ്പുറത്ത് നാണുവേട്ടൻ ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ കൂടി എന്ത് ചെയ്യും, അപ്പുറത്ത് ചിരുതേച്ചി ഉണ്ടാവും. അങ്ങനെ ഇവരൊക്കെ കൂടി എന്ത് ചെയ്യും, ഈ പറയുന്ന ഒരു നാടകമൊക്കെ തട്ടിക്കൂട്ടും. അവരുടെ നാട്ടുഭാഷയുടെ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ വെള്ളരി വിളവെടുക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുക, അവരത് അവതരിപ്പിക്കുക. ആ വയലിൽ തന്നെ എന്ത് ചെയ്യുന്നു, വിളവൊക്കെ എടുത്ത് കഴിഞ്ഞ് വയലൊക്കെ ഫ്രീ ആവുമല്ലോ. അപ്പൊ ആ പാടങ്ങളിലാണ് അവരെന്ത് ചെയ്യുക, ഈ നാടകങ്ങൾ അവതരിപ്പിക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു, അപ്പൊ അങ്ങനെ വലിയ തയ്യാറെടുപ്പൊന്നുമില്ലാതെ അവതരിപ്പിക്കുന്ന ഇത്തരം നാടകങ്ങളെയാണ് നമ്മൾ വെള്ളരി നാടകം എന്ന് പറയുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് വെള്ളരി നാടകം അല്ലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാരൂപത്തെ കുറിച്ച് എഴുതാൻ പറയും. അപ്പൊ ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള അല്ലെ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കണം. അപ്പൊ മനസ്സിലായല്ലോ വെള്ളരി നാടകം എന്താണെന്ന് മനസ്സിലായല്ലോ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുള്ളവര് വെള്ളരി നാടകം ഇപ്പോൾ അങ്ങനെ സുലഭമായിട്ടൊന്നും നമ്മൾ കാണൂല, വളരെ വിരളായിട്ടൊക്കെ കാണുള്ളൂ. എങ്കിലും കണ്ട ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് കമ്പളം എന്ന് പറയുന്ന ഒരു ആഘോഷമാണ്. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം ഭാഗങ്ങളിൽ ദീപാവലി മുതൽ ശിവരാത്രി വരെ നടക്കുന്ന ഒരു ആഘോഷമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നില്ലേ, രണ്ട് കാളക്കൂട്ടന്മാരെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുന്നില്ലേ? ഇതുപോലെ കാളയോട്ട് അല്ലെ, അതായത് കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാളകൾ അല്ലെ, അവർക്ക് ഐശ്വര്യമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കാള അല്ലെ കമ്പളം എന്ന് പറയുന്ന ആഘോഷം നടത്തുന്നത്. അപ്പൊ അത് പിന്നെ വലിയ ഉത്സവമായിട്ട് ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. പിന്നെ കമ്പളം എന്ന പേരിൽ വയനാട് ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഞാറ് നടൽ അല്ലെ, ഞാട് നടൽ എളുപ്പം തീർക്കാനുള്ളൊരു ചടങ്ങായിട്ട് വയനാട് ഭാഗത്ത് എന്ത് ചെയ്യുന്നു, തുടികൊട്ടും കുഴൽവിളിയും കമ്പളപ്പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് പണിയ വിഭാഗത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, വയലിലിറങ്ങി ഞാറ് പറിക്കുകയും നടുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ആഘോഷത്തെയും കമ്പളം എന്ന് പറയാറുണ്ട്. അപ്പൊ കമ്പളം എന്ന പേരിൽ രണ്ട് കാര്യങ്ങളുള്ളത് മക്കൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇതേപോലെ അല്ലെ, ഇതേപോലെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള പാടത്ത് അല്ലെ, പാലക്കാട് ജില്ലയിലെ തൃശ്ശൂർ വയനാട് പോലെയുള്ള ജില്ലകളിൽ നടക്കുന്ന ഒരു കലാരൂപമാണ് ഉണ്ടായത് കുമ്മാട്ടി എന്ന് പറയുന്ന കലാരൂപം. എന്താണ്, പാലക്കാട് തൃശ്ശൂർ വയനാട് പോലെയുള്ള ജില്ലകളിൽ നമ്മളുടെ നേരത്തെ പറഞ്ഞ മാതിരി പോലെയുള്ളൊരു കലാരൂപമാണ്. കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു കലാരൂപമാണ് കുമ്മാട്ടി എന്ന് പറയുന്ന കലാരൂപം കേട്ടോ. മകരം കുംഭമാസങ്ങളിലെ വിളവെടുപ്പാണ് ഈ അല്ലെ ആഘോഷത്തിന്റെ ഭാഗം, വിളവെടുപ്പ് ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കലാരൂപം എന്ത് ചെയ്യുന്നത്, തൃശ്ശൂരിലെ അല്ലെ അവിടെ ഓണക്കാലത്താണ് ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് ഓരോ വീടുകളിലും എന്ത് ചെയ്യും, ഇങ്ങനെ വരും. മക്കൾ കണ്ടിട്ടില്ലേ ഇതേപോലെയുള്ള, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, കുമ്മാട്ടി കണ്ടവരുണ്ടോ? കമന്റ് ചെയ്യണേ. കുമ്മാട്ടി കണ്ട ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ എന്താണ്, ഇതേപോലെ പുല്ലൊക്കെ ധരിക്കും കേട്ടോ. പുല്ല് നിറയെ ദേഹത്ത് മുഴുവൻ പുല്ലൊക്കെ കെട്ടിവെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളുടെ കുമ്മാട്ടികൾ ഇങ്ങനെ പേടിപ്പിക്കുന്നതും ഒരു വൃദ്ധയുടെയും അങ്ങനെ പല 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 രീതിയിലുള്ള മുഖം അല്ലെ, പൊയ്മുഖങ്ങളൊക്കെ വെച്ച് മുഖംമൂടികളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, കുമ്മാട്ടികൾ വരിക കേട്ടോ. വീടുകൾ തോറും എന്ത് ചെയ്യും, കുമ്മാട്ടികൾ കയറി ഇറങ്ങാറുണ്ട്. അപ്പോൾ ഏറെ ഭംഗിയുള്ള മുഖംമൂടികൾ ഇതിൽ ഉപയോഗിക്കും. ആ കലാരൂപത്തെ കുറിച്ചുള്ളതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗം കേട്ടോ, കുമ്മാട്ടി എന്ന് പറയുന്ന പാഠഭാഗം. ഇപ്പൊ കണ്ടല്ലോ, കുമ്മാട്ടി നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ടീച്ചർ പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെയാണ് കുമ്മാട്ടിയുടെ അല്ലെ പൊയ്മുഖങ്ങൾ ഇങ്ങനെയാ ഉണ്ടാവുക. കുമ്മാട്ടി സംസാരിക്കൊന്നുമില്ല അല്ലെ, ഇങ്ങനെ അല്ലെ, ഇങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല, പാട്ടൊന്നും പാടില്ല. അപ്പൊ പാട്ടിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുക, കുമ്മാട്ടി നൃത്തം ചെയ്യാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ കേരളത്തില് കുമ്മാട്ടിക്കളി എവിടെയൊക്കെ ഉള്ളതെന്നറിയോ? ടീച്ചർ പറഞ്ഞു, വയനാട്, തൃശ്ശൂർ, പാലക്കാട് കേട്ടോ എന്നീ ഭാഗങ്ങളിലാണ്. തൃശ്ശൂരിൽ കുമ്മാട്ടിക്കളി എന്താണ്, വിനോദ കലാപ്രകടനമാണ്. ഓക്കെ, അതൊരു വിനോദത്തിന് ആഹ്ലാദത്തിന് വേണ്ടിയിട്ടാണ് തൃശ്ശൂരിൽ അത് കെട്ടിയാടുന്നതെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ ദേവിക്കുള്ള അല്ലെ ഒരു അനുഷ്ഠാന കലാരൂപമായിട്ടാണ് എന്തിന് ആഘോഷിച്ചു വരുന്നത്, കുമ്മാട്ടി ആഘോഷിച്ചു വരുന്നത്. കളിയിലും വേഷത്തിലും പാട്ടിലും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പ്രാഗ്രൂപം ഒറിജിനൽ എന്ന് പറയുന്നത് എന്താണ്, അതൊന്നു തന്നെയാണ് കേട്ടോ. പിന്നെന്താണ് പറയാനുള്ളത്, ഒറ്റപ്പാലം താലൂക്കിൽ കാർഷികോത്സവത്തിന്റെ ഭാഗമായിട്ട്
അല്ലെ, ആ ആരംഭത്തെ കുറിക്കുന്നതാണ് എന്ത്, കുമ്മാട്ടി എന്ന് പറയുന്ന കലാരൂപം. ഒറ്റപ്പാലത്തൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അറിയാം അല്ലെ, അങ്ങനെയുള്ളവർ കമന്റ് ചെയ്യണേ. മുളയിടുക എന്നാണ് അവരതിന് പറയുന്നത്. മകരക്കൊയ്ത്ത് കഴിഞ്ഞാൽ കുമ്മാട്ടിക്കളി ആരംഭിക്കും അല്ലെ. കുമ്മാട്ടിപ്പുല്ലിന് പകരം ഉണങ്ങിയ വാഴയിലയും ചപ്പുകളൊക്കെയാണ് ആ പ്രദേശത്തുള്ള ആളുകൾ എന്ത് ചെയ്യുക, ദേഹത്ത് വെച്ച് കെട്ടുക. കുമ്മാട്ടിപ്പുല്ല് ടീച്ചർ കാണിച്ചെന്നില്ലേ, ആ പച്ച നിറത്തിലുള്ള പുല്ല്, അതല്ല, അതിന് പകരം വാഴയിലയും ഉണങ്ങിയ ഇലയൊക്കെയാണ് എന്ത് ചെയ്യുക, ദേഹത്ത് വെച്ച് കെട്ടുക. ഒരു ദിവസം മാത്രമേ ഈ ഭാഗത്ത് കളിയുള്ളൂ. കളിക്കാർ മുഖത്ത് പാളയോ പൊയ്മുഖങ്ങളോ ഒക്കെ വെക്കും അല്ലെ. അവർ പാട്ട് പാടാറില്ല. മേളക്കൊഴുപ്പിന് വേണ്ടി എന്ത് ചെയ്യും, ഒരു തരം ചെണ്ട ഉപയോഗിക്കും. തുള്ളലാണ് അവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നായർ വിഭാഗങ്ങളിലുള്ള ആളുകൾ മാത്രമായിരുന്നു എന്ത് ചെയ്തിരുന്നത്, കുമ്മാട്ടിക്കളിയിൽ പങ്കെടുത്തിരുന്നത് കേട്ടോ. പക്ഷെ കുട്ടികൾക്ക് എന്ത് നായരും തീയരും ഒക്കെ അല്ലേ. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തിരുന്നു, എല്ലാവരും, എല്ലാ ജാതിയിലുള്ള ആളുകളും കുമ്മാട്ടിക്കളിയിൽ ആഘോഷപൂർവ്വം ആവേശത്തോടെ പങ്കെടുത്തിരുന്നു. ഓക്കെ, തള്ള എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. നെഗറ്റീവ് അർത്ഥത്തിലൊന്നും കാണണ്ട. അതെന്തിനെ ഉദ്ദേശിക്കുന്നതാണ്, അമ്മ അല്ലെ. തെക്കൻ ഭാഗങ്ങളിൽ തള്ള എന്ന അമ്മയാണ് പൊതുവെ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട് കേട്ടോ, ആകർഷകമായിട്ടുള്ള കഥാപാത്രമാണ് ഈ തള്ള എന്ന് പറയുന്ന കഥാപാത്രം. കേരളത്തിലെ മറ്റു പല എന്താ പറയുക നാടൻ കലാരൂപങ്ങളിലും നമുക്ക് ഈ അമ്മ എന്ന് പറയുന്ന, തള്ള എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കുമ്മാട്ടിക്ക് പല്ലൊന്നും ഇല്ലാത്തൊരു മുത്തശ്ശിയുടെ രൂപമാണ് കേട്ടോ. പല്ലൊന്നും ഇല്ലാത്ത ഇങ്ങനെ മുഖമൊക്കെ ചുളിഞ്ഞിരിക്കുന്ന ഒരു മുത്തശ്ശിയുടെ രൂപമാണ് കേട്ടോ ഒരു ഈ കഥാപാത്രത്തിന് കേട്ടോ. അപ്പോൾ പണ്ടത്തെ സ്ത്രീകളുടെ തലമുടിക്കെട്ടിൻ്റെ അല്ലേ ഒരു ചിത്രീകരണമൊക്കെ ഉണ്ടാവും. അതേപോലെ കാതില് കുണ്ഡലങ്ങൾക്ക് പകരം എന്ത് ചെയ്യും, വഴുതിനങ്ങയൊക്കെ അതൊക്കെ ഇടുക കേട്ടോ. പിന്നെ കുമ്മാട്ടിക്കളിക്ക് പാട്ട് പാടാറുണ്ട്. കളിക്കാരുടെ നേതാവ് എന്ത് ചെയ്യുക, പാട്ട് പാടുക. മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യും, അത് ഏറ്റുപാടും. കുമ്മാട്ടികൾ പാടില്ല, ടീച്ചർ പറഞ്ഞല്ലോ. വായിലൊക്കെ നിറയെ അല്ലേ പൊയ്മുഖമൊക്കെ കെട്ടി വെച്ചോണ്ട് എന്ത് ചെയ്യും, അവർക്ക് ഇങ്ങനെ വായ തുറന്നൊന്നും പാടാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അവര് പാടില്ല. പാട്ടിന് താളം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ വാദ്യം എന്ന് പറയുന്നത് എന്താണ്, ഓണവില്ല് എന്ന് പറയുന്ന ഒരു വാദ്യമാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ അതൊക്കെ ചോദിക്കുക, ഓർത്ത് വെക്കണം. ഓണവില്ല് എന്ന് പറയുന്ന ഒരു വാദ്യമാണ് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി വീടുകൾ തോറും എന്ത് ചെയ്യാറുണ്ട്, കുമ്മാട്ടി കളിക്കുന്ന ആളുകൾ ഇങ്ങനെ കയറി ഇറങ്ങും. ഓരോ വീട്ടിലും എന്ത് ചെയ്യും, ഇങ്ങനെ പോയിട്ടില്ല, അവിടെ ഐശ്വര്യമൊക്കെ ലഭിക്കാൻ വേണ്ടി ഓരോ വീടുകളും ഇങ്ങനെ കയറി ഇറങ്ങും അല്ലേ. അപ്പൊ അത്തരം കുമ്മാട്ടി എന്ത് പറയും, ദേശക്കുമ്മാട്ടി അല്ലെ. കുമ്മാട്ടിയിൽ മറ്റൊരു പേരാണ് എന്ത്, വീടുകൾ തോറും കയറി ഇറങ്ങുന്നത് കൊണ്ട് ദേശക്കുമ്മാട്ടി എന്നൊരു പേരും എന്തിനുണ്ട്, നമ്മുടെ കുമ്മാട്ടിക്കുണ്ട് കേട്ടോ. അപ്പൊ ഇനി പാഠഭാഗത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയണം. അപ്പോൾ കുമ്മാട്ടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അറിയില്ല എന്ന് പറയരുത്, നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയരുത് അല്ലേ. നിങ്ങൾ കണ്ടല്ലോ, കുമ്മാട്ടിയുടെ ചിത്രം നിങ്ങൾ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പൊയ്മുഖങ്ങളൊക്കെ കെട്ടി എന്താണ് കുമ്മാട്ടി പുല്ലൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ള കണ്ടില്ലേ നിങ്ങളെ. അപ്പോൾ ഇതാണ് കുമ്മാട്ടി. ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടാവും. ഓണവില്ല് എന്ന് പറയുന്ന വാദ്യമാണ് ഉപയോഗിക്കുന്നത് അല്ലേ. കേരളത്തിലെ തൃശ്ശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് പ്രധാനമായിട്ടും കാണുന്നത് അല്ലേ. ദേശക്കുമ്മാട്ടി എന്ന് പേരുണ്ട്. ഒക്കെ പറയണം, നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ടീച്ചർമാരൊക്കെ ഇങ്ങനെ ഞെട്ടണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടിപൊളിയായി എന്ത് ചെയ്യുക, മക്കളെല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഈ ഒരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ പാഠത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് പഠിക്കുക. ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും പഠിക്കട്ടെ അല്ലേടാ. അതേപോലെ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. കുമ്മാട്ടിയെ കണ്ടവരുണ്ടെങ്കിലും ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.